വലിയ മോട്ടിവേഷൻ ഒന്നും തരാനില്ല. കാരണം നമ്മുടെ ഗ്രേറ്റ് ലീഡർ ബ്രാൻഡ് ന്യൂ റീജിയണൽ ടീം കോർഡിനേറ്റർ തൻഷാൻ സാർ ഒരുപാട് കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നേരിട്ട് നിങ്ങൾ കണ്ടു. ജസ്റ്റ് എന്നെ ഞാൻ പരിചയപ്പെടുത്തിയേക്കാം. എൻ്റെ പേര് ബിനോ ജെയിംസ് എന്നാണ്. വീട് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരത്താണ്. ദൈവദത്തമായ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ട് ഏതാണ്ട് 6 വർഷം കഴിഞ്ഞു. മഹത്തായ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് ഏതാണ്ട് 10-20 വർഷം ഇന്ത്യൻ ആർമിയിൽ ഒരു പാരാ കമാൻഡോയായിട്ട് രാജ്യസേവനം ചെയ്യാൻ അവസരം ലഭിച്ചു. ഇത് ദൈവത്തിന് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. ഇന്ന് നിങ്ങളുടെ മുമ്പ് കൈയും കാലും ഒന്നും ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം, മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്നാണ് ഞാൻ തീർച്ചയായിട്ടും പറയുന്നത്. അവിടെ നിന്നെല്ലാം ഒരുപാട് സ്ഥലങ്ങൾ UN മിഷന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ, ഈജിപ്ത്, ഒരുപാട് സ്ഥലങ്ങളിൽ UN മിഷന്റെ ഭാഗമായിട്ട് ജോലിക്ക് പോയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് 2016 റിട്ടയർമെന്റ് എടുത്ത് നാട്ടിലേക്ക് വരുമ്പോൾ ഇനിയെങ്കിലും സ്വന്തം വൈഫിനോടും മക്കളോടും ഒന്നിച്ച് ജീവിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നാട്ടിലേക്ക് വരുന്നത്. പക്ഷേ ഒരൊറ്റ വർഷം കൊണ്ട് തന്നെ ആ തീരുമാനം മാറ്റേണ്ടി വന്നു. കാരണം നാട്ടിൽ വന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞാനൊരു കോഴി ഫാമൊക്കെ തുടങ്ങിയിരുന്നു. 5-6 ലക്ഷം പോയതല്ലാതെ മെച്ചപ്പാടൊന്നും ഉണ്ടായില്ല. വീടിന്റെ മുകളിലേക്ക് 2 റൂം എടുത്തു. കാരണം ശ്രീകണ്ഠാപുരം ഏരിയയിൽ കുറച്ച് വെള്ളപ്പൊക്കം കൂടുതലുള്ള സ്ഥലമാണ്. അങ്ങനെ വീടെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഏതാണ്ട് 20 വർഷത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലി സീറോ ബാലൻസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. തീരുമാനം മാറ്റേണ്ടി വന്നു. ഇനി ഒരു ബോസിന്റെ അണ്ടറിൽ പോയി പണിയെടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് നാട്ടിലേക്ക് വരുന്നതെങ്കിൽ ആ തീരുമാനം മാറ്റി നേരെ അടുത്ത കപ്പൽ കയറുകയാണ് ചെയ്തതിന്റെ മർച്ചന്റ് നേവിയിലായിരുന്നു ഒരു 3 വർഷത്തോളം. ഒരുപാട് കപ്പലിൽ നടുക്കടലിലൂടെയൊക്കെ സഞ്ചരിച്ചു. ഓക്കിയൊക്കെ വന്ന ഓക്കി കൊടുങ്കാറ്റൊക്കെ വന്ന സമയത്ത് സൗത്ത് ആഫ്രിക്കയുടെ നടുക്കടലിൽ കിടക്കുകയാണ്. വീട്ടിലേക്ക് 2 മാസമായിട്ട് വീടുമായിട്ട് ഒരു ബന്ധം പോലുമില്ല. അപ്പൊ അവരൊക്കെ പറഞ്ഞു ഏതായാലും ആള് പോയി, ഇനി തിരിച്ചുവരലുണ്ടായില്ലെന്ന് ചിന്തിച്ചിരുന്നതാണ്. പക്ഷെ ഡിയർ ഫ്രണ്ട്സ്, അന്നേരമൊക്കെ സത്യം പറഞ്ഞാൽ കരഞ്ഞിട്ടുണ്ട്. ഇനി എന്ന് കുടുംബത്തോടൊപ്പം ഒന്ന് ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടുമെന്നൊക്കെ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നാട്ടിൽ ഇനി ഒരു 10-30 ഉള്ള ഒരു ജോലി കിട്ടിയാൽ കുടുംബത്തോടൊപ്പം ജീവിക്കാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ പ്രാർത്ഥന കേട്ടതുകൊണ്ടായിരിക്കാം അവിടെ ശമ്പളമൊക്കെ വെട്ടി കുറച്ചു. അവിടെ നിന്ന് തിരിച്ച് നാട്ടിലെത്തി. അടുത്ത ജോലി മിൽമയിൽ കയറി. ഒരു 30,000 കിട്ടും. വീടിന്റെ തൊട്ടടുത്ത് 4 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അങ്ങനെ അത്യാവശ്യം പെൻഷനും ഇതുമൊക്കെ വാങ്ങിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2 കാലിലും വേരിക്കോസിന്റെ പ്രശ്നം വീണ്ടും ദൈവം കൊണ്ടുവന്നത്. അന്നേരം വന്നതല്ല. ഓൾറെഡി നേരത്തെ 2 കാലം ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ലക്ഷങ്ങൾ മുടക്കി സ്കീറോതെറാപ്പി ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് വീണ്ടും ഈ പ്രശ്നം വരുന്നത്. വീണ്ടും ലീവ് എടുത്ത് അടുത്ത ആശുപത്രിയിൽ പോയി അടുത്ത ചികിത്സ ചെയ്യാം. എന്നാൽ അവർ പറഞ്ഞു 1.25 ലക്ഷം രൂപയാണെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാം. അതൊന്ന് മാറി ഇനി ആയുർവേദം ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ ലീവ് എടുത്ത് 2 കാലം ബാൻഡേജ് കെട്ടിയിരിക്കുന്ന സമയത്താണ് എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള മേസ്തിരി പണിക്കാരൻ വീട്ടിലേക്ക് വന്ന് ഈ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, അന്ന് ആ വ്യക്തിയെ കളിയാക്കി തെറി പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഈ സാധനം നമുക്ക് കഴിക്കാൻ പറ്റുമോ, ഡോക്ടറോട് ചോദിക്കാതെ എങ്ങനെ കഴിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെങ്കിൽ ഒരുപക്ഷെ ആ വ്യക്തിക്ക് നീ പോടാന്ന് പറഞ്ഞ് പോകാമായിരുന്നു. എന്റെ തൊട്ടയിലൊക്കെ കാലം ചെറുപ്പം തൊട്ട് ഒന്നിച്ച് കളിച്ച് വളർന്നവൻ. പക്ഷെ എനിക്ക് നിങ്ങളോട് ഇന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, അധ്വാനിക്കുന്ന